കെ.എസ്.ആർ.ടി.സി ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച് മന്ത്രിയുടെ പ്രതികരണം പുറത്തുവന്നു. പ്രിയദർശിനി ബസ്സുകൾ കാരണം സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായെന്ന് സമ്മതിച്ച് ഗതാഗത മന്ത്രി സി.പി. ജോൺ. എല്ലായിടത്തും പ്രിയദർശിനി പ്രശ്നമില്ല, എന്നാൽ ചിലയിടങ്ങളിൽ പ്രശ്നമുണ്ട്. സി.പി. ജോൺ പറഞ്ഞു. പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക 5 അംഗ സമിതിയെ നിയമിച്ചെന്നും സി.പി. ജോൺ. അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വ്യവസായം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യത്തിലും ഞങ്ങൾക്കും അവർക്കും തമ്മിൽ യാതൊരു തർക്കവും ഇല്ല. ഈ പ്രിയദർശിനി സ്കീമിൻ്റെ ഭാഗമായിട്ടൊരു ഗവൺമെൻറ് പബ്ലിക് പോളിസിയാണത്. ആ പബ്ലിക് പോളിസിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി 5 അംഗ കമ്മിറ്റി ഞങ്ങൾ എടുത്തിരിക്കുന്നു. അവരെ നമ്മൾ അറിയിച്ചു. ഈ പേരുകളെല്ലാം അവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള പേരുകളാണ്. വിവരങ്ങളുമായി അഞ്ജു എസ് പാലൻ ചേരുകയാണ്. അഞ്ജു, സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഒക്കെ പറഞ്ഞത് ശരിവെക്കുകയാണ്. പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഈ ഓർഡിനറി ബസ്സിലെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയ്ക്ക്. അങ്ങനെ തന്നെയാണ് അജിംഷാ. ഇന്നത് അതൊന്ന് മന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്രിയദർശിനി ബസ് നിരത്തിൽ ഓടാൻ തുടങ്ങിയതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സ്വകാര്യ ബസ്സുകൾ നേരിടാൻ തുടങ്ങിയത്. അക്കാര്യം ശരിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നു. എല്ലായിടത്തും ആ പ്രശ്നമില്ലെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ഗുരുതരമായ പ്രശ്നമാണ് ഈ പ്രിയദർശിനി ബസ് മൂലം ഈ സ്വകാര്യ ബസ്സുകൾ അനുഭവിക്കുന്നെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ ഒരു ചർച്ച 2 മണിക്കൂറിലധികമാണ് ഈ ചർച്ച നടന്നത്. ചർച്ചയിൽ 12 വിഷയങ്ങളായിരുന്നു ഇവർ അജണ്ടയായി വെച്ചിരുന്നത്. കാരണം ഈ 12 ആവശ്യങ്ങളും ഉന്നയിച്ചത് സ്വകാര്യ ബസ് ഉടമകളായിരുന്നു. ഈ പ്രിയദർശിനി ബസ് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ അവർ ഇതിനകത്ത് ഉന്നയിച്ചു. പക്ഷേ ആ ചർച്ചയിൽ ഒരു തൃപ്തിയില്ല എന്നുള്ളൊരു മറുപടിയാണ് ഈ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് നമുക്കിപ്പോൾ ആ ഉടമകളിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു പ്രതികരണം. അവർ പറഞ്ഞത് സ്വകാര്യ ബസ് ഉടമകൾ ചർച്ചയ്ക്ക് ശേഷം എന്താണ് പറഞ്ഞത്? വന്നിട്ടില്ല എന്നാണ്. കാരണം ഈ സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞ കാര്യം അനുസരിച്ച് ഈ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഫ്രീ ടിക്കറ്റ് സ്വകാര്യ ബസ്സുകളിൽ നൽകാൻ ഇവർ തയ്യാറാണ്. പക്ഷെ അങ്ങനെ നൽകുകയാണെങ്കിൽ ഈ തുക സംസ്ഥാന സർക്കാർ തിരിച്ച് സ്വകാര്യ ബസ് ഉടമകൾക്ക് നൽകണം. ആ ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത്. പിന്നീട് ഈ സ്വകാര്യ ബസ്സുമായി ബന്ധപ്പെട്ട് ഈ ഓണത്തിന് മുമ്പ് തന്നെ ഒരുപാട് സർവീസുകൾ നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലും ഇപ്പോഴത്തെ പ്രതിസന്ധിയും എത്തിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർ അറിയിച്ചു. പക്ഷേ ഒരു അനുഭാവപൂർണമായ ഒരു സമീപനം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് ഓണം വരെ ഇപ്പോൾ ഒരു 6 ആഴ്ച സമയമാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് കമ്മിറ്റി പഠിച്ച് സ്വകാര്യ ബസ്സുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കാണാൻ 6 ആഴ്ച സമയമാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 6 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് സ്വകാര്യ ബസ് പൂർണ്ണമായും വെന്റിലേറ്ററിലേക്ക് കയറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് ഈ സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. ഇത്തരത്തിൽ ഓണത്തിന് മുമ്പ് തന്നെ പകുതിയിൽ അധികം സർവീസുകൾ നിർത്തേണ്ട ഒരു സാഹചര്യം പോലും കേരളത്തിൽ ഉണ്ടാകുമെന്ന് അവർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ അവർ പറയുന്നത് ഈ അടുത്ത നിമിഷം എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ചത് ഈ ചർച്ച പൂർണ്ണമായി പരാജയപ്പെടുകയാണെങ്കിൽ ബസ് നിരത്തിൽ ഇറക്കാത്ത ഒരു സമരത്തിലേക്ക് മുന്നോട്ട് പോകാനായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ അവർ 2 ദിവസത്തിനകം ഒരു ചർച്ച നടത്തി, സംയുക്തമായ എല്ലാ സംഘടനകളും ചേർന്ന് ഒരു ചർച്ച നടത്തി അതിനുശേഷം വലിയ സമരമാർഗങ്ങളിലേക്ക് മുന്നോട്ട് പോകുമെന്ന കാര്യമാണ് സ്വകാര്യ ബസ് ഉടമകൾ അറിയിക്കുന്നത്. എന്തായാലും ഈ ചർച്ച അവർക്ക് തൃപ്തികരമല്ല. കാരണം അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ തന്നെ അവർക്ക് ഡീസൽ അടിക്കാനോ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാനോ പറ്റുന്ന ഒരു അവസ്ഥയല്ല. പകുതിയിലധികം സർവീസുകൾ ഒരു ദിവസത്തിന് പകുതിയിൽ വെച്ച് നിർത്തേണ്ട സാഹചര്യമാണ്. രാവിലെ മുതൽ ഉച്ചവരെ ഓടേണ്ട സാഹചര്യമാണ്. ആ ഒരു ഓട്ടത്തിൽ പോലും 600 മുതൽ 5000 രൂപയുടെ വരെ നഷ്ടം, അത്രയും ഭീകരമായ നഷ്ടമാണ് ഓരോ സ്വകാര്യ ബസ് ഉടമകളും അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഇന്ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അവർക്കൊരു തൃപ്തിയില്ല. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സി.പി. ജോൺ വ്യക്തമാക്കിയ കാര്യമെന്ന് പറഞ്ഞത് ഒരു 5 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കെ. പത്മകുമാർ IAS അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് നിലവിൽ നിയമിച്ചിരിക്കുന്നത്. ഈ സമിതി ഈ വിഷയങ്ങൾ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കും. അതിനുശേഷം 6 ആഴ്ചയ്ക്കുള്ളിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഒരു പരിഹാര മാർഗം കണ്ടെത്തുക എന്ന കാര്യമാണ് സി.പി. ജോൺ പറഞ്ഞത്. ഇക്കാര്യം സ്വകാര്യ ബസ് ഉടമകളെ അറിയിക്കുകയും അവർ സമ്മതിച്ചു എന്നുമാണ് നമ്മളോട് ആദ്യഘട്ടത്തിൽ സി.പി. ജോൺ പറഞ്ഞത്. പക്ഷേ ഈ സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നതനുസരിച്ച് അവർക്ക് ഇക്കാര്യത്തിൽ ഒരു തൃപ്തിയില്ല. കാരണം ഈ 6 ആഴ്ച സമയം എന്ന് പറയുന്നത് വലിയൊരു സമയമാണ്. ആ സമയം കൊണ്ട് സ്വകാര്യ ബസ്സുകളുടെ മരണക്കെണിയിൽ ഒരു മരണബെല്ലടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും എത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ 6 ആഴ്ച സമയം എന്ന് പറഞ്ഞത് കൂടി പുനഃപരിശോധിച്ച് അവരുടെ പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ അറിയിക്കുന്നത്. എന്തായാലും ഈ ചർച്ച നടന്നിട്ടുണ്ടെങ്കിലും ആ ചർച്ചയിൽ അവർക്ക് തൃപ്തിയില്ല. ബസ്സിലെ പ്രശ്നം ഈ സ്വകാര്യ ബസ്സിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണമെന്ന കാര്യമാണ് അവർ അറിയിക്കുന്നത്. മാത്രം ഒരു കാര്യം കൂടി CP ജോൺ വ്യക്തമാക്കിയത് ഈ പരസ്യം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സർവീസ് അല്ലാതെ തന്നെ സ്വകാര്യ ബസ് ഉടമകൾക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നതാണ് ഈ പരസ്യം പിടിക്കുന്നതും മറ്റും കാര്യങ്ങളൊക്കെ. അതിൽ സർക്കാർ ഒരു അനുഭാവപൂർണ്ണമായ നിലപാടെടുത്തതെന്ന് പറഞ്ഞാൽ വാഹനങ്ങൾക്ക് അകത്തും പുറത്തും പരസ്യം പിടിക്കും. അത് നേരത്തെയും അങ്ങനെ തന്നെയുള്ള ഒരു സംവിധാനം തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ച് ഇളവുകൾ നൽകുമെന്ന കാര്യമാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു അനുഭാവപൂർണ്ണമായ ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തൃപ്തിയും ഇന്നത്തെ ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഈ ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര, സ്ത്രീകളുടെ സൗജന്യ യാത്ര, പ്രിയദർശിനി സംവിധാനം ഇതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സമ്മതിക്കുകയാണ് ഗതാഗത മന്ത്രി. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അസംതൃപ്തി തുടരുകയാണ് എന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ്, സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സും പറയുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് അഞ്ജു എസ് പാലൻ നൽകിയത്.